അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നെക്സ്റ്റ് വ്ളോഗ് ഒരു ഹോസ്പിറ്റൽ ഡേ പക്ഷെ അത് എടുക്കണമെന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ ഡേ ആണ്, അതായത് നമ്മുടെ ലാസ്റ്റ് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റെല്ലാം ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ശരിക്കും പോകേണ്ടതുണ്ടായത്. അപ്പോൾ ഇന്നലെ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഞാനിങ്ങനെ സ്കാനിങ് ഡേറ്റ് ആകാൻ കാത്തൊക്കെയാണെന്നുണ്ടായിരുന്നേ. പക്ഷേ അപ്പോഴത്തേക്കും ഡോക്ടർ ലീവായി പോയി ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാവിലെ ആണെങ്കിൽ നല്ല മഴ, രാവിലെ അല്ല പാതിരാക്ക് മുതലേ പെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആ മഴ പെയ്ത് തൊട്ട് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. മഴേൻ്റെ സൗണ്ട് കാരണം ഞാൻ കേട്ട് അല്ലെങ്കിൽ ഇപ്പം ഈ തേർഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് അങ്ങനെ ഉറക്കാൻ കിട്ടാറേ ഇല്ല, ഭയങ്കര കുറവാണ്. എപ്പോഴെങ്കിലും കിട്ടിയാൽ ഇത്രയും സന്തോഷം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോകണ്ട. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ് കാണിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഷെൻജു റെഡിയായി, ഇക്ക റെഡിയായി. ഇപ്പോൾ 9:30 ആയി. അപ്പോൾ രാവിലത്തെ ടോക്കൺ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അമ്മയച്ച് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വൈകുന്നേരത്തെ ടോക്കൺ എടുക്കല്. അപ്പോൾ സ്കാനിങ് ഒക്കെ ഉണ്ടായത് സ്കാനിങ്ങിന് വേഗം കഴിയും. എന്നാലും ഞാൻ വെച്ച് രാവിലത്തെ ടോക്കൺ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ടോക്കൺ എനിക്ക് എപ്പോഴും ഫസ്റ്റത്തെ ടോക്കൺ കിട്ടും. ഞാൻ രാത്രി വേഗം വിളിക്കുന്നതുകൊണ്ട് വൈകുന്നേരത്തെ ഫസ്റ്റ് ടോക്കൺ കിട്ടിയാലും നമ്മൾ ആ സമയത്ത് അവിടെ പോകുമ്പോഴത്തേക്കും ഡോക്ടർ ലാബ് റൂമിൽ ഉണ്ടായിട്ട് 1 മണിക്കൂറെല്ലാം ഇരുന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ വരും. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും വൈകുന്നേരം പോകുന്നതാണ് സുഖം. ഈ രാവിലെ എണീച്ചിട്ട് പോകുന്നതിനേക്കാളും നല്ലത് വൈകുന്നേരം പോകുന്ന രസം. പിന്നെ ഇന്ന് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു രാവിലെ. പിന്നെ നല്ല മഴയായതുകൊണ്ട് പിന്നെ അതിൽ കുഴപ്പം കാണില്ല, നല്ല ക്ലൈമറ്റും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാനെ ഷെൻജുവിനെ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ റെഡിയായി. നമ്മുടെ ഷെൻജുദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കത് അവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. പക്ഷേ പെരുന്നാൾക്ക് ഒന്നിച്ചിട്ടുണ്ടായിട്ടില്ല എന്നില്ല ഇത് പറഞ്ഞ് അല്ല ഷെൻജു ശരിക്കും വരുന്നാന്ന് തോന്നുന്നു. ഗൈസ് ബാത്റൂം കൊണ്ടുതാ വരുന്നുണ്ട്. ഞാനിവിടെ ഗേറ്റ് തുറന്നിരിക്കുകയാണ് ഗൈസ്. ഷെൻജു പിന്നെ ഹോസ്പിറ്റൽ ഒന്നുണ്ടോ, വേറെ എവിടെയോ പോകുന്നേ ഇല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ഡോക്ടർ ഇപ്പോൾ എത്തിയതേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു അരമണിക്കൂറായി. 11 മണിക്കാണ് എത്താൻ പറഞ്ഞത്. നമുക്ക് 4ാമത്തെ ടോക്കനാണ് കിട്ടിയ കേട്ടോ. അപ്പം ഡോക്ടർ വന്നു. ഇതാണ് ഇതല്ല, ഇത് അവിടുത്തെ ഡോക്ടറിൻ്റെ കൊണ്ടുണ്ടാകുന്ന സിസ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ കേട്ടോ, രേഷ്മ സാർ. അങ്ങനെ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഇപ്പുറത്ത് എത്തിയ ശേഷം പറയട്ടെ ഗൈസ്. നമ്മൾ വരുമ്പോൾ നല്ല അടിപൊളി മഴ, അടിപൊളി മഴ പോകുമ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ മഴ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് തിരിച്ചെത്തി കേട്ടോ.
അപ്പോൾ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ കുറേ ടൈമായി അമ്മ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ മഴേൻ്റെ സൗണ്ട് കാരണം ഞാൻ രാവിലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിലൊക്കെ എണീച്ചായി ഞാനാണ് ഇരിക്കുന്നത്. പിന്നെ രാവിലെ ഉറങ്ങാൻ എണീച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ ഷെൻസു അവിടെ എണീച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഓളം ഉറങ്ങാണ്ട് എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറക്കെത്തിയിട്ടുണ്ട്. അപ്പം ഇത്ര നാൾ ഞാനിങ്ങനെ എന്താ സ്കാനിങ് റിപ്പോർട്ട് പറയുമോ കാര്യങ്ങളൊന്നുമില്ല ചെയ്തിട്ട് വീഡിയോ ഇത്രയും ഹോസ്പിറ്റൽ ഡേയ്സ് ജസ്റ്റ് അങ്ങനെ പോകുന്നത് കാണിച്ചല്ലാണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മന്താണ് എൻ്റെ ഡെലിവറി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെന്താണ്, എനിക്ക് ഫസ്റ്റ് ഷെൻസുവിൻ്റെ സിസേറിയനാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതെന്താവുമെന്നൊന്നും അറിയില്ല, പഠിച്ചോൻ്റെ വിധി പോലെ വരും. അപ്പം ഡോക്ടർ ഇപ്പം ഞാൻ ഷെൻസുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 വർഷം കഴിയലായി, 4 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിയായിരുന്നല്ലോ, 4 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 4 വർഷത്തിന് ശേഷം ട്രയൽ കൊടുക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞു. നോർമൽ ഡെലിവറിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെ എന്തായാലും പഠിച്ചോണ്ട് ഇതുപോലെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളും ഞാൻ പാതി ദൈവം പാതി എന്നല്ലേ, അപ്പോൾ ഞാനും ട്രൈ ചെയ്യണം, പഠിച്ചവനും കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നോർമൽ ഡെലിവറി ആവുമായിരിക്കും, അല്ലെങ്കിൽ സിസേറിയൻ ആവുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതാണ് സ്കാൻ റിപ്പോർട്ട് കേട്ടോ. സ്കാൻ റിപ്പോർട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം നോർമൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സ്കാൻ റിപ്പോർട്ടിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഡോക്ടർക്ക് ഫസ്റ്റ് ടൈമാണ് സ്കാനിങ്ങിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ ബാക്കി എൻ്റെ ഫസ്റ്റ് 2 മെയിൻ സ്കാനിങ്ങും നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായത് കേട്ടോ. അപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് സ്കാൻ എല്ലാ മാസം ഡോക്ടർ ചെക്ക് ചെയ്യലുണ്ട്. ഡോക്ടറിൻ്റെ ആ കമ്പ്യൂട്ടറിൽ ആ സ്ക്രീനിൽ തന്നെയാണ് ചെക്ക് ചെയ്യൽ. പക്ഷെ ഇന്ന് കുറച്ചധികം സാധാരണ നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി റിപ്പോർട്ടൊക്കെ തന്ന്. അപ്പോൾ അനോമലി സ്കാന് എനിക്ക് വേറെ പുറത്തുനിന്ന് ഉണ്ടായി കേട്ടോ. ഞാൻ കാണിച്ചൊരു സ്കാനിങ് വീഡിയോ എന്ന് പറയുന്നത് ഒന്നും അതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പം ഒന്ന് അനോമലി സ്കാനിങ്ങും ഇപ്പം ഈ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൻ്റെ ഒരു വ്ളോഗായിട്ട്. അപ്പോൾ അന്നൊക്കെ പോകുമ്പം വേറെ എന്തെങ്കിലും ഷോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്താണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഹോസ്പിറ്റൽ ഡേ മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ 11 മണിയാകുമ്പോൾ ഏകദേശം എത്തി. ഡോക്ടർ 11:38 വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാൻ ഞാൻ അമ്മ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്, ബ്ലഡ് ടെസ്റ്റ് എടുക്കാമല്ലോ. ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അതിന് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടുമ്പോൾ ബ്ലഡ് എടുത്തു. അതും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബ്ലഡ് കുറച്ച് കുറവാണ് ഉണ്ടായത്. ഇപ്പം അൽഹംദുലില്ലാഹ് നോർമലായിട്ടുണ്ട്. അതുപോലെ ഷുഗറും എല്ലാം നോർമലായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഇനിയും അടുത്ത മാസം വരെ ഒരു കുഴപ്പമില്ലാണ്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താണ്, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം ഈ സ്കാനിങ് ഡേ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായി കേട്ടോ. ഉള്ളിലുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഇന്നലെയാണ് എൻ്റെ ഡേറ്റ് ഉണ്ടായത് കാണിക്കേണ്ടത്. പക്ഷേ ഡോക്ടർ ലീവായതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റി. അപ്പോൾ ബേജാറായി. ഇന്നലെ പോകാമെന്ന് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇന്നത്തേക്കായപ്പം പക്ഷേ അൽഹംദുലില്ലാഹ് പഠിച്ചോൻ എന്തെങ്കിലും കരുതാതെ അങ്ങനെ ദിവസം മാറിപ്പോകില്ലല്ലോ അല്ലേ. അപ്പം ഞാനിങ്ങനെ അല്ലാണ്ട് ഞാൻ ചോദിച്ചു, എന്തിനായിരിക്കും ദിവസം നീട്ടി തന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. അറിയില്ല, ഞാനിങ്ങനെ എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്തിനങ്ങനെ ചിന്തിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഇത്രയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ജൂൺ 7 എന്നോട് പോകാൻ പറഞ്ഞത്. നമുക്കൊന്ന് ജൂൺ 6 മറ്റാൻ തോന്നുന്നു പെരുന്ന വരുന്നതൊന്നല്ലേ. അപ്പോൾ ജൂൺ 7 കാണിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ വാട്ടർ ബ്രേക്കോ ബ്ലീഡിങ്ങോ പെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ പറഞ്ഞ് വിളിച്ചിട്ട് പോയിക്കോ പറഞ്ഞ്. അല്ലെങ്കിൽ ജൂൺ 7 കാണിക്കാൻ പോകണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇതുവരെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ദുഹർക്ക് അത്രയേ ഉള്ളൂ പറയാം.
എനിക്കറിയില്ല, ഇതുവരെ എൻ്റെ വീഡിയോസ് ആരും കാണൂലേ എന്നും എനിക്കറിയില്ല, കാണലുണ്ടോയെന്ന് അറിയില്ല. ആരും എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന ആൾക്കാർ ഉണ്ടാവില്ല തോന്നുന്നു. കാണുന്നവരുണ്ടെങ്കിൽ ദ്വാരക്കാന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കേ, അപ്പം എന്താണ്, ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഓക്കെ, എന്താണ്, ഹാപ്പി, അൽഹംദുലില്ലാ ഹാപ്പി, സമാധാനമായി. സ്കാൻ കഴിഞ്ഞുകൊണ്ട് ഒരു സമാധാനമായി. ഇൻഷാല്ലാ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ പോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെ എല്ലാവർക്കും പ്രസവമൊക്കെ എളുപ്പമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഇൻഷാല്ലാ ടാറ്റാ.